ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് അഞ്ജന. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ ക്ലാസ് 9ലെ 3rd ചാപ്റ്റർ ആണ്, കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിലേക്ക് ഒന്നും കൂടെ അതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. So unit 3 is chemical bonding. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈസ് അബൌട്ട് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. കെമിക്കൽ ബോണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് അയോണിക് ബോണ്ട് ആൻഡ് കൊവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ട് എന്താണെന്ന് പഠിക്കണം, അതേപോലെ കൊവാലന്റ് ബോണ്ട് എന്താണെന്ന് പഠിക്കണം. അതേപോലെ ഒരു ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനകത്ത് അയോണിക് ബോണ്ടാണോ കൊവാലന്റ് ബോണ്ടാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കിട്ടണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് മനസ്സിലാക്കണം. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയണം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് പോളാർ നേച്ചർ. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു നമ്മുടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ആൻഡ് നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്നത് ശരിയാണോ എന്ന് നോക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റണ്ടോ എന്നും കൂടി നോക്കുക. വീഡിയോ കാണുമ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ആക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്വയം എഴുതി നോക്കിയിട്ട് നമ്മുടെ ആൻസർ കീ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ വേണം കണ്ടുപോകാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് ദ ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സൈഡിന്റെ ഫോർമേഷന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് എക്സ് ആൻഡ് വൈ അവർ ചോദിച്ചിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഈസ് ഷോൺ ഹിയർ. ഈ തന്നിരിക്കുന്നതിനകത്ത് ഏത് ടൈപ്പ് കെമിക്കൽ ബോണ്ടാണ്. അത് കെമിക്കൽ ബോണ്ട് ഏത് ടൈപ്പാന്ന് വെച്ചാൽ അയോണിക് ബോണ്ടാണോ കോവാലന്റ് ബോണ്ടാണോ എന്ന് കണ്ടെത്തുക. റൈറ്റ് എനി വൺ പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പൗണ്ട് ഹാവിംഗ് ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട്. ഇതിപ്പോ അയോണിക് ബോണ്ടാണോ കോവാലന്റ് ബോണ്ടാണോ നിങ്ങൾ കണ്ടെത്തും. അതിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതാം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്നത് മെഗ്നീഷ്യം ഓക്സിജൻ തമ്മിലുള്ള റിയാക്ഷൻ ആണ്. മെഗ്നീഷ്യം ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുന്നു ആൻഡ് മെഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടുന്നു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മെഗ്നീഷ്യത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസ് ഇവിടെ അവർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വെച്ചിട്ട് ഡോട്ടായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺസിനെ നിങ്ങൾക്കറിയാം. ആൻഡ് ഓക്സിജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ Mg2+ O2- ആയിട്ടാണ് അവർ നിൽക്കണേന്നുള്ളതും അവർ തന്നിട്ടുണ്ട്. ആൻഡ് എക്സ് ആൻഡ് വൈ അവരുടെ കോൺഫിഗറേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതുപോലെ നോക്കുക, മെഗ്നീഷ്യം എന്ന് പറയുന്ന എലമെന്റ് 2, 8, 2 അവരുടെ കോൺഫിഗറേഷൻ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോൺസിനെയാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വെച്ചിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോട്ടും വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഈ 2 ഇലക്ട്രോൺസിനെയാണ്. അതേപോലെ ഓക്സിജൻ നോക്കിയാൽ മനസ്സിലാവും. ഓക്സിജന്റെ കോൺഫിഗറേഷൻ 2, 6 ആണ്. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 6 ഇലക്ട്രോൺസിനെയാണ് ഇവിടെ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺസ്. ഇനി പറയുന്നുണ്ട് മെഗ്നീഷ്യം 2+ സ്റ്റേറ്റിലും ഓക്സിജൻ 2- സ്റ്റേറ്റിലാണ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണേന്ന് ഇവിടെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്, അതായത് Mg2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ആൻഡ് O2- ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. Mg+O ഗിവിങ് Mg2+ഉം O2-ഉം. ഓക്കെ, Mg2+ എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എക്സ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത്. കണ്ടെത്തണം. വൈയും കണ്ടെത്തണം. ഇനി ഒരു എലമെന്റ് അത് പ്ലസ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഇപ്പൊ മെഗ്നീഷ്യം എന്ന് പറഞ്ഞ ആള് Mg2+ സ്റ്റേറ്റിലേക്ക് പോയി. എങ്ങനെയാ ഈ 2+ സ്റ്റേറ്റിലേക്ക് പോണേ? ആ മെഗ്നീഷ്യത്തിന്റെ കയ്യിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കളയുന്നത് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്ലസ് സ്റ്റേറ്റിലേക്ക് പോവുക. അതായത് ഒരു പ്ലസ് സ്റ്റേറ്റ് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കാറ്റയോൺ ഫോം ചെയ്തു, ഒരു മെറ്റലിൽ നിന്ന് ഒരു കാറ്റയോൺ ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അത് കാറ്റയോൺ ആവണമെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് അത് സ്വയമായിട്ട് നഷ്ടപ്പെടുത്തണം, അതായത് ഡൊണേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരാള് ആനയോണായി, അതായത് ഒരു മൈനസ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവർ ഇലക്ട്രോൺസിനെ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഇപ്പൊ 2+ ആണെന്നുണ്ടെങ്കിൽ
പ്ലസ് ചാർജ് ഞാൻ പറഞ്ഞു ഡൊണേറ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞു. 2+ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിനെ ഡൊണേറ്റ് ചെയ്തു. അതേപോലെ 2- ആണെന്നുണ്ടെങ്കിൽ അർത്ഥം 2 എണ്ണം സ്വീകരിച്ചു. 1+ ആന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഡൊണേറ്റ് ചെയ്തു. 1- ആന്ന് പറഞ്ഞാൽ ഒരെണ്ണം സ്വീകരിച്ചു. ഇതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. സോ ഇവിടെ നമുക്ക് പറയുന്നത് Mg2+ ആണ്. അതായത് Mgയിൽ നിന്ന് Mg2+ ആയിട്ട് മാറി. ഓക്കെ, Mg എന്ന് പറയുന്നത് 282 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Mg2+ എന്തായിരിക്കും? 2+ വരണമെന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യണം. 2+ ആയതുകൊണ്ട് തന്നെ 2 എണ്ണമാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. 2 എണ്ണം പോയി. അപ്പൊ 2 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺസ് എപ്പോഴും പോവുക. 282 അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സിൻസ് 2+ ആയ കാരണം കൊണ്ട് തന്നെ 2 ഇലക്ട്രോണിനെ കളഞ്ഞു. സോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 2, 8 എന്ന് വരും. അതായത് 2+ സ്റ്റേറ്റ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. 2+ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോൺസിനെ അവർ നഷ്ടപ്പെടുത്തിയിട്ടാണ് ആ 2+ സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കണേ. മെഗ്നീഷ്യം വെറുതെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫ്രീ സ്റ്റേറ്റിൽ 282 ആണ് കോൺഫിഗറേഷൻ. 2 എണ്ണം കളഞ്ഞു. അതായത് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് 2 എണ്ണത്തിനെ കളയണേ. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 എണ്ണം പോകുമ്പോൾ 28 എന്നുള്ള കോൺഫിഗറേഷൻ കിട്ടും. അപ്പൊ എക്സിന്റെ കോൺഫിഗറേഷൻ കിട്ടി 28 ആണ്. നൗ y എന്ന് പറയുന്നത് O2- ആണ്. O2-. 2- എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൈനസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു അനയോണിക് സ്റ്റേറ്റിലേക്ക് അത് എത്തുന്നത് എപ്പോഴാ? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാ. ഇവിടെ 2- ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തു. നോക്കാം, 2-6 ആണ് ഫ്രീ സ്റ്റേറ്റിലുള്ള ഓക്സിജന്റെ കോൺഫിഗറേഷൻ. അത് 2- സ്റ്റേറ്റിലേക്ക് പോയി. അതായത് 2 എണ്ണത്തിനും കൂടി സ്വീകരിച്ചു. എപ്പോഴും ഇലക്ട്രോൺസിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കല്ലേ നമുക്ക് ഇലക്ട്രോൺസിനെ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2, 6 ഈ KLM ഇങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകൾ പോണത്. അതില് നിങ്ങൾക്കറിയായിരിക്കും K എന്ന് പറയുന്ന ഷെല്ലിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. L എന്ന് പറഞ്ഞ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക എന്നറിയായിരിക്കും. സോ L എന്ന് പറയുന്ന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കൊള്ളും. അതിൽ 6 എണ്ണം ഓൾറെഡി ഇവിടെ ഫിൽഡ് ആണ്. ഇനി എന്തുണ്ട്? ഇവര് 2- സ്റ്റേറ്റിലേക്കാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 2- സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ 2 എണ്ണത്തിനും കൂടി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അക്സെപ്റ്റ് ചെയ്ത ഇലക്ട്രോൺസ് എങ്ങോട്ട് ആയിരിക്കും പോകുന്നത്? ഏത് ഷെല്ലിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്? L എന്ന് പറയുന്ന ഷെല്ലിലേക്ക് ആയിരിക്കും പോകുന്നത്. കാരണം L എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാനായിട്ട് നമുക്ക് പറ്റും. L മാക്സിമം 8 ഇലക്ട്രോൺസ് കൊള്ളും. അതിലിവിടെ ഓൾറെഡി 6 എണ്ണേ ഉള്ളൂ. അപ്പൊ 2- സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസിനെ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതേ ഷെല്ലായിട്ടുള്ള L ഷെല്ലിലേക്ക് തന്നെ പോകും. അതായത് പണ്ട് 2, 6 ആയിരുന്നു കോൺഫിഗറേഷൻ. ഇപ്പൊ 2 എണ്ണത്തിനും കൂടി സ്വീകരിച്ച് അത് 2, 8 എന്ന് പറയുന്ന കോൺഫിഗറേഷനിലേക്ക് എത്തും. സോ എക്സ് ആൻഡ് വൈ എന്തെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ ഏതാന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ എക്സിന്റെ കോൺഫിഗറേഷൻ ഇസ് 28 ആൻഡ് വൈയുടെ കോൺഫിഗറേഷൻ ഇസ് 28. ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഈസ് ഷോൺ ഹിയർ? ഇവിടെ ഏത് ടൈപ്പിലുള്ള കെമിക്കൽ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു 2+ അയോണും ഒരു 2- അയോണും, അല്ലെങ്കിൽ ഒരു കാറ്റയോണും ഒരു ആനയോണും, ഇവർ തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവർക്കിടയ്ക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പറയുന്നത്. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഒരു ബോണ്ടാണ് അവരുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോണിക് ബോണ്ട്. അതായത് 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ഇവിടെ പ്ലസ് ചാർജും ഉണ്ട് മൈനസ് ചാർജും ഉണ്ട്, 2 ഓപ്പോസിറ്റ് ചാർജസ് അറിയായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള 2 അയോൺസ് അവർ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അയോണിക് ബോണ്ട്. ആൻസർ ഇസ് അയോണിക് ബോണ്ട്. Write any one property of the compounds having this type of bond. ഈ അയോണിക് ബോണ്ടിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. They are soluble in polar solvents. പോളാർ സോൾവെന്റ്സിൽ നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സ് എന്താണ്? They are soluble. നോൺ വോളട്ടൈൽ ആൻഡ് ഹാർഡ്. അവരെന്താണ്? നോൺ വോളട്ടൈൽ ആണ്, അതേപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്താണ്? വെരി ഹൈ. ദേ ഹാവ് വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, അവര് പോളാർ സോൾവെന്റ്സിൽ സോലുബിൾ ആണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, അവർ നോൺ വോളട്ടൈൽ ആണ്, അതേപോലെ തന്നെ എന്താണ്? ഹാർഡ് ആണ്. അതേപോലെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, they exist as crystals in solid state. സോളിഡ് സ്റ്റേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രിസ്റ്റൽസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
നൗ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ അയോണിക് ബോണ്ടിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ക്വസ്റ്റ്യനിൽ ഒരു പ്രോപ്പർട്ടി എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ചധികം പ്രോപ്പർട്ടീസ് ഇവിടെ തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇത്രേ ഉള്ളൂ. ദേ ആർ സോലുബിൾ ഇൻ പോളാർ സോൾവെന്റ്സ്, അതുപോലെ അവർ നോൺ വോളട്ടൈൽ ആണ്, അതേപോലെ ഹാർഡ് ആണ്, അതേപോലെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് വെരി ഹൈ ആയിരിക്കും. പിന്നെ സോളിഡ് സ്റ്റേറ്റിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽസ് ആയിട്ടാണ്. മോൾട്ടൺ ആൻഡ് അക്വസ് ഫോമിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ കോവാലന്റ് ബോണ്ടിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. ഇതാണ് നമുക്ക് അയോണിക് ബോണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് മോളിക്കുലാർ ഫോർമുല ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് CCl4. അതിന്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ഈസ് 2.55 ആൻഡ് ക്ലോറിൻ ഈസ് 3.16. ആറ്റോമിക് നമ്പർ കാർബണിന്റെ തന്നിട്ടുണ്ട് 6 ആണെന്ന്, ക്ലോറിന്റെ തന്നിട്ടുണ്ട് 17 ആണെന്ന്. നമ്മുടെ അടുത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ. കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ CCl4? വൈ? CCl4-നകത്തുള്ള ടൈപ്പ് ഓഫ് ബോണ്ട് എഴുതണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബോണ്ടാണ്, ഇന്ന കെമിക്കൽ ബോണ്ടാണെന്ന് നിങ്ങളത് പറയാനുണ്ടായ റീസൺ പറയണം. അതേപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ CCl4 എന്ന് പറയണ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഉള്ള ആ ഒരു കെമിക്കൽ ബോണ്ട് ഏതാണെന്നത്, കോവാലന്റ് ആണോ അയോണിക് ആണോ എന്നുള്ളത് പറയാം, അതിന്റെ റീസൺ പറയാം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്ത്. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് കാർബൺ. കാർബൺ എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാർബൺ എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. കാർബണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാന്ന് പറയുന്നുണ്ട്? 6 ആന്ന് പറയുന്നുണ്ട്. കാർബണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാന്ന് പറയുന്നുണ്ട്? 6 ആന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം, നമുക്ക് KLM ഇങ്ങനെയാണ് ഷെല്ലുകളുള്ളത്. അതിൽ K എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് കൊള്ളും. L എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 8 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് L കൊള്ളും. നോക്കാം, ഇവിടെ ഫസ്റ്റത്തെ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യാണ്. K എന്ന് പറഞ്ഞ ഷെല്ല് കൺസിഡർ ചെയ്യാം. മൊത്തം നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 6 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. സോ K എന്ന് പറയുന്ന ഷെല്ലിലേക്ക് ഫസ്റ്റ് വന്നു. Kയിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം കൊള്ളും. അപ്പൊ 2 ഇലക്ട്രോൺസിനെ ഞാൻ Kയിൽ ഫില്ല് ചെയ്തു. ഇനി അടുത്തത് L എന്ന് പറയുന്ന ഷെല്ലാണ്. Lൽ മാക്സിമം 8 എണ്ണം കൊള്ളും. മാക്സിമം 8 എണ്ണം കൊള്ളും. 8 എണ്ണം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 6 എണ്ണം ഉള്ളത്. അതിൽ 2 എണ്ണം ഞാൻ ഓൾറെഡി Kയിൽ ഫില്ല് ചെയ്തു. ബാക്കി Lൽ അപ്പൊ എത്ര എണ്ണം വരും? 4 ഇലക്ട്രോൺസ്. സോ നമ്മുടെ കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഈസ് 2,4. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ടർമോസ്റ്റ് ഷെല്ലില്, കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് 4. ഔട്ടർമോസ്റ്റ് ഷെല്ല്. ഇതിലെ ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് ആരാ? L എന്ന് പറയുന്ന ഷെല്ലാണ്. ആ L എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതായിരുന്നു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ CCl4? വൈ? CCl4 നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാർബണിന് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് നമ്മൾ പറഞ്ഞു. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്. ഓക്കെ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1 2 3 4 പ്ലസ് എത്ര Cl4, എത്ര ക്ലോറിൻ ഉണ്ട്? 4 Cl ഉണ്ട്. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണെന്നറിയാം. ക്ലോറിന്റെ കോൺഫിഗറേഷൻ 2 8 8 287 ആണ് ക്ലോറിന്റെ കോൺഫിഗറേഷൻ. ഇതെങ്ങനെ 287 വന്ന? ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. 17 ആണ് ആറ്റോമിക് നമ്പർ. അതില് K എന്ന് പറയുന്ന ഷെല്ലിനകത്ത് നമ്മൾ പറഞ്ഞു മാക്സിമം 2 ഇലക്ട്രോൺസ് വരും. ആ 2 ഇലക്ട്രോൺസ് ഞാൻ Kയിൽ ഫില്ല് ചെയ്തു. അപ്പോൾ 17-ല് 2 എണ്ണം പോയി, ബാക്കി 15 എണ്ണം നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുണ്ട്. ഇനി L എന്ന് പറഞ്ഞ ഷെല്ലിൽ ഞാൻ എത്ര എണ്ണം ഫില്ല് ചെയ്തു? 8 എണ്ണം ഫില്ല് ചെയ്തു. L എന്ന് പറഞ്ഞ ഷെല്ലിൽ ഞാൻ 8 എണ്ണം ഫില്ല് ചെയ്തു. കാരണം Lനകത്ത് 8 ഇലക്ട്രോൺസ് കൊള്ളും. ആ 8 ഇലക്ട്രോൺസ് ഞാൻ Lനകത്ത് തന്നെ ഫില്ല് ചെയ്തു. അപ്പോൾ 8 + 2 10 ഇലക്ട്രോൺസ് നമ്മൾ ഫില്ലാക്കി. മൊത്തം 17 എണ്ണം ഉണ്ട്.
ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം എന്ന് പറയുന്ന ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ബാക്കി വരും? 7 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് 287 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ നോക്കുക, Cl-നകത്ത് 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ക്ലോറിന് ചുറ്റും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 എടുത്തു. ആൻഡ് ഇവിടെ ബോണ്ട് വരച്ചേക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എങ്ങനെയാ ഈ കാർബണിന്റെ ഇലക്ട്രോൺസിന് ഞാനിപ്പോൾ റെഡ് കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വിചാരിക്കാം. 1 2 3 4. ഓക്കെ, കാർബണിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസിനെ, ഈ 4 ഇലക്ട്രോൺസിനെ ഞാൻ ഇവിടെ റെഡ് കളർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ബ്ലാക്ക് കളർ വരുന്നത് ക്ലോറിന്റെ ചുറ്റുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ക്ലോറിന് ചുറ്റും ഇവിടെ 7 എണ്ണം ആൻഡ് കാർബണിന്റെ 4 എണ്ണം. ഇവിടെ എന്താ സംഭവിക്കണേ? ക്ലോറിന്റെ ഒരു ഇലക്ട്രോണും ഈ കാർബൺ അതിന്റെ ഓരോ ഇലക്ട്രോണും വെച്ചിട്ട് ഇവിടെ ഓരോ ബോണ്ടുകൾ ഫോം ചെയ്യണേ. ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? അതായത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും ഒക്ടക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ കാർബൺ നോക്കിയാൽ മനസ്സിലാവും ഈ കാർബണിന് ചുറ്റും ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അതായത് മൊത്തം 8 ഇലക്ട്രോൺസ്. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, മൊത്തം 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഓരോ ക്ലോറിന് ചുറ്റും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം എന്താ? ഓരോ ഇലക്ട്രോൺസിന് ചുറ്റും, ഓരോ ക്ലോറിന് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ക്ലോറിൻ കൺസിഡർ ചെയ്യാണ് 1 2 3 4 5 6 7 8. ഈ ക്ലോറിനിൽ 8 എണ്ണായി അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1 2 3 4 5 6 7 8. 8 ഇലക്ട്രോൺ. ഇവിടെയും 8 ഇലക്ട്രോൺ, ഇവിടെയും 8 ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ കാർബണിന് ചുറ്റും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും, ഓരോ ക്ലോറിന് ചുറ്റും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ബോണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോവാലന്റ് ബോണ്ട്. സോ ദ ആൻസർ ഇസ് കോവാലന്റ് ബോണ്ട്. ആൻസർ ഇസ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് എന്താന്ന് പറയാം. അതിന് മുന്നേ ഇപ്പൊ ഈ ഒരു മെത്തേഡ് വഴിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പൊ ഇവരിവിടെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയായിരിക്കും. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് കാർബൺ ആൻഡ് ക്ലോറിൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്നു ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്നിട്ട് ഒരു ഹിന്റ് ആയിട്ട് തന്നിട്ട് അയോണിക് ആണോ കോവാലന്റ് ആണോ എന്ന് ചോദിക്കാൻ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസ് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.16 ആണ്. ആൻഡ് കാർബണിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.55 ആണ്. ഇതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ആൻസർ 1, ഇവിടെ ആൻസർ 6 0. ഇത് 0 ആണ്. 0.61 എന്ന് വരും. 0.61 എന്നുള്ള ആൻസർ കിട്ടും. 0.61. ഇനി ഈ കിട്ടിയ ആൻസറിനെ ഇപ്പൊ നമുക്കിത് ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസിനെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാ? 0.61 ആണ്. ഇനി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു നമ്പറാണ് 1.7. 1.7 ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനെ ഒന്ന് കമ്പയർ ചെയ്യാം. 1.7നേക്കാൾ താഴെയാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്നുണ്ടെങ്കിൽ ആ ഒരു കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 1.7നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ആയിരിക്കും. ഇങ്ങനെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ടൈപ്പ് ഓഫ് ബോണ്ട് അല്ലെങ്കിൽ ആ കെമിക്കൽ ബോണ്ട് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ 1.7 എന്നുള്ള നമ്പർ ഓർത്ത് വെക്കുക. 1.7നേക്കാൾ മുകളിലാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ. ഈ കിട്ടുന്ന ആൻസർ 1.7നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അയോണിക് ആയിരിക്കും, താഴെയാണെന്നുണ്ടെങ്കിൽ കോവാലന്റ് ആയിരിക്കും. ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ കിട്ടണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്ന വശം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഏതാന്ന് പ്രെഡിക്റ്റ് ചെയ്താലും മതി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തന്നാലാട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
സോ ഇവിടെ നമുക്ക് കിട്ടിയത് 0.61 ആയിരുന്നു നമുക്ക് കിട്ടിയ ആൻസർ. സോ 0.61 എന്ന് പറയുന്നത് 1.7നേക്കാൾ താഴെയാണ്. സോ നമ്മുടെ ബോണ്ട് എന്തായിരിക്കും? കോവാലന്റ് ആയിരിക്കും. സോ കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടിൽ ഇവിടെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഇൻ എ കോമ്പൗണ്ട് ഈസ് 1.7 ഓർ മോർ. 1.7 അതിലേക്കാൾ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ അത് അയോണിക് ആയിരിക്കും. They are ionic. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 അതിനേക്കാൾ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ബോണ്ട് എന്തായിരിക്കും? അയോണിക് ബോണ്ട് ആയിരിക്കും. ഇനി 1.7നേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1.7 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കോവാലന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 0.61 ആണ് കിട്ടിയത്. അത് 1.7നേക്കാൾ താഴെയാണ്. സോ ദ ആൻസർ ഇസ് നമ്മളുടെ തന്നിരിക്കുന്ന ബോണ്ട് എന്താണ്? കോവാലന്റ് ആണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് സച്ച് ബോണ്ട്. അതായത് ഈ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ബോണ്ട് കാണിക്കുന്ന കോമ്പൗണ്ട്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ കോവാലന്റ് ബോണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കോവാലന്റ് ബോണ്ട് ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് ദേ ആർ സോലുബിൾ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വാട്ടറിൽ ഇൻസോലുബിൾ ആയിരിക്കും. വാട്ടറിൽ ദേ ആർ ഇൻസോലുബിൾ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള സോൾവെന്റ്സിൽ ദേ ആർ സോലുബിൾ. ഇനി ദേ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ യൂഷ്വലി ലോ. കോവാലന്റ് ബോണ്ട്സിന്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അയോണിക് ബോണ്ട് പഠിച്ചപ്പോൾ എന്താ? മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ്. പക്ഷെ കോവാലന്റ് ബോണ്ടിന് എന്താണ്? മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഇനി ജനറലി ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സാധാരണ രീതിയിൽ അവർ എന്ത് ചെയ്യാറില്ല? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാറില്ല. ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ അയോണിക് ബോണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ ക്ലാസ് 9 ചാപ്റ്റർ 3 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ CC+ൽ ഓരോ ക്ലാസ്സസിനും ക്ലാസ് 1 to അല്ലെങ്കിൽ ക്ലാസ് LKG to ക്ലാസ് 12 വരെ സ്റ്റേറ്റ് ആൻഡ് CBSE സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-to-1 ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഫോർമാറ്റിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണേ. കുട്ടികൾക്കുള്ള ഡൗട്ടുകൾ നമുക്ക് ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അഡ്മിഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ 9496949929 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ എടുക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.